ഹലോ, റോങ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? ആരാരെ ശല്യം ചെയ്തു? നിങ്ങളാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കണ്ടതുപോലെ എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത കഷ്ടത്തില. എടാ, നീ ആരാടാ? ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ മറന്നുപോയി. ഇഡിയറ്റ്. ആരാ മോളെ അത്? ഏത് ഭ്രാന്തനാ? എടാ, പ്ലീസ് ദേഷ്യപ്പെടരുത്. ഒരു നിമിഷം. ഇത്ര സുന്ദരിയായ നിങ്ങളെ നേരിൽ കണ്ട ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ സൗന്ദര്യത്തിനൊന്നും ഒരു വിലയില്ലാതാകും. അതുകൊണ്ട് നിങ്ങൾ നാളെ രാവിലെ നിങ്ങളുടെ വീടിനടുത്തുള്ള മാർക്കറ്റിലൊന്ന് വന്നാല് നമുക്ക് നേരിക്കണ്ട് സംസാരിക്കാം. എന്താ പേടിച്ചിട്ട് നാളെ വരാതിരിക്കരുതേ. എടാ, നീ ആരായിരുന്നാലും എനിക്കെന്താ? നിന്നെ പേടിച്ച് ഞാൻ എന്തിനു വരാതിരിക്കണം? ഈ തന്റെ ഇടമാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. ഓർമ്മ വെച്ചോളൂ. യെല്ലോ കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാന്റ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും വെയിറ്റ് ചെയ്യും. മറക്കാതെ വരണം. ബൈ. നേരിട്ട് കാണാവുന്നല്ലേ? വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇത്തവണ ഓപ്പറേഷൻ പുതിയ മെത്തേഡാണല്ലോ. നീ നേരി പോവാണോ? നാളെ എന്ത് നടക്കുമെന്ന് യു വെയിറ്റ് ആൻഡ് സീ. ഒരു ക്വാർട്ടറിന് ഇത് ധാരാളം. നമ്പർ വാങ്ങിയതിന് ഇത്രയും ചെലവോ? സത്യം പറ, നിനക്ക് എത്ര തന്നേ? പറയാം, പക്ഷെ ഒരു 200 രൂപ ചെലവ് കാണും. സമ്മതാണോ? പോടാ പോടാടേ പോടേ. ആരത്? ഇങ്ങോട്ട് നോക്കടാ. എങ്ങോട്ട് നോക്കാൻ? കാൽ കുപ്പിക്ക് വേണ്ടി കുടുംബം ഇല്ലാതാക്കാണോ? വേണ്ടടാ, തെറ്റ് ചെയ്യരുത്. ഗലത് കാം മത് കർ. ആരാ ഇവള്? ഇതിനു മുമ്പ് ഏരിയയിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. മലയാളത്തിൽ ഇന്ത്യയിൽ വിരട്ടിട്ട് പോകുന്നു. കലക്ക് മത്കാർ എന്ന് പറഞ്ഞാൽ എന്താ? ഏയ്, നമ്മളെ ആയിരിക്കില്ല. ഹലോ ഹലോ, ഹലോ, ഞാൻ നിങ്ങളെ വിളിച്ചതല്ല, ഫോണിൽ ഹലോ പറഞ്ഞതാ. നീ ഫോണിൽ പറഞ്ഞാണോ എന്നോട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിക്കും, ലേഡീസ് വോയിസ് ആണെങ്കിൽ വരുന്നോന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ വന്നടാ, നീ എന്ത് ചെയ്യാൻ പോവാ? എന്താ മാഡം നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്? ഞാൻ എപ്പോഴാ നിങ്ങളെ വിളിച്ചത്? നിങ്ങളുടെ ഇഷ്ടത്തിന് വരുന്നു, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? യെല്ലോ ഷർട്ട്, യെല്ലോ ഷർട്ട്, ബ്ലാക്ക് പാന്റ്. റോഡിൽ കേട്ട അതേ കുയിൽ നാദം. സോറി ബുൾബുൾ, ബസ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് വരാൻ അല്പം ലേറ്റ് ആയി. എന്റെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ടു. റാസ്കൽ, നിനക്ക് നാണമില്ലേ? ഇഡിയറ്റ്. ഹലോ, എന്താ നിങ്ങൾ ആർക്കണ്ടാലും ചൂടാവുന്നത്? ഓ സോറി, വെരി വെരി സോറി. ഞാൻ ചൂടായത് നിങ്ങളോടല്ല. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന യെല്ലോ ഷർട്ടാണ് പ്രോബ്ലം. എന്താ ഇത്? ചൂടായില്ല എന്ന് പറയുന്നു, യെല്ലോ കളർ ഷർട്ടാണ് പ്രോബ്ലം എന്ന് പറയുന്നു. എന്താ മനസ്സിലായില്ല? ഞാനാണ് ഫോൺ ചെയ്ത് വരാൻ പറഞ്ഞത്. സാർ മഞ്ഞ കളർ ഷർട്ട് ഇട്ടതുകൊണ്ട് സാറിനെ നിങ്ങൾ ചീത്ത പറഞ്ഞു. എന്താണ് ഈ പറയുന്നത്? നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ കാരണമാണ് നല്ല ആൾക്കാർക്ക് ചീത്തപ്പേരുണ്ടാവുന്നത്. സോറി സർ, വെരി സോറി. സോറി. എന്തോ സോറി? എന്താ ബ്രദർ പറയുന്നത്? നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികൾ പിന്നാലെ വരുന്നു. എന്റെ പേഴ്സണാലിറ്റിക്ക് സുന്ദരികളുടെ ചെരുപ്പടി മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളുടെ പ്രശ്നം പിന്നീട് തീർത്തോ. എനിക്കിപ്പോ അങ്ങോട്ട് പോകാലോ. സോറി സർ, വെരി സോറി. സോറി. നമുക്ക് പോവാതെ. എല്ലാം നീ കാരണമാടാ. ഇനി ആർക്കും നീ ഫോൺ ചെയ്യാൻ പാടില്ല. എന്നോട് ഫോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് നീ ആർക്കാ ഫോൺ ചെയ്യുന്നത്? പോലീസിനാ. പോലീസിൽ പോയ ജയലക്ഷ്മിയുടെ കഥ അറിയാമല്ലോ അല്ലേ? എനിക്കൊരു ചെറിയ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങോട്ട് വാ. അവളെ കണ്ടോ? ആ പച്ചക്കിളി ഇവിടെ വന്ന് എന്ത് സെലക്ട് ചെയ്താലും അതൊക്കെ ഞാൻ സെലക്ട് ചെയ്താണെന്ന് നീ ഒന്ന് പറഞ്ഞേക്കണം. എന്താടാ കച്ചവട സമയത്ത് കൂടുതൽ വാചോടിക്കാൻ ഞാൻ പറഞ്ഞു ചെയ്യടാ. യെസ് മാഡം. അയ്യോ, ഇത് മാഡം. ഇതൊന്ന് പാക്ക് ചെയ്യണം. ഓക്കെ മാഡം. ഇതും കൂടി വേണം കേട്ടോ. സോറി മാഡം, അത് വേറൊരു കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതുപോലുള്ള സെയിം പീസ് ഇല്ലേ? ഇല്ല മാഡം, അങ്ങരോട് വേണം ചോദിച്ചു വാങ്ങിച്ചോളൂ. ദേ ഇങ്ങനെയാണ്. നിങ്ങളായിരുന്നോ? അയ്യോ, നിങ്ങൾ തന്നെ വെച്ചോളൂ. വേണ്ട. സാരമില്ല, നിങ്ങൾ തന്നെ വാങ്ങിച്ചോളൂ. ഓക്കെ, തന്നേക്ക്.
അയ്യോ 1000 രൂപ പോയി. വെയിറ്റ്. എത്രയാ? 1000 രൂപ. സോറി കേട്ടോ. എന്ത് സോറി? എന്തിനൊരു സോറി? നിങ്ങളുടെ പേരെന്താ? സോറി എന്നാ? അല്ലെന്നേ, ഹരിത. എന്തിനാ നിങ്ങൾ എപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നത്? ചോദിച്ചാ സോറി എന്ന് പറയും. ഹലോ സിസ്റ്റർ, ഹലോ സിസ്റ്റർ, ഹലോ ബ്രദർ, ഒന്നിങ്ങി വന്നേ, എല്ലാവരും വന്നേ, ഹലോ ഒന്നിങ്ങി വന്നേ, എല്ലാവരും ഒന്ന് വന്നേ. എന്താണെന്ന് ചോദിച്ചേ. ഇന്നലെ ഇതുപോലെ തന്നെ ഞാൻ മാർക്കറ്റിൽ നിൽക്കായിരുന്നു. ഇവരിതുപോലെ വന്നു, തെറി പറഞ്ഞു, സോറി ചോദിച്ചു, പോയോ ഇല്ലയോ? അതെ. ഇന്നാണെങ്കിലോ ഞാൻ മാറ്റി വെച്ചിരുന്ന ഗ്ലാസ് ഐറ്റം താഴെയിട്ട് പൊട്ടിച്ചിട്ട് സോറി ചോദിക്കുന്നു. ചോദിച്ചോ ഇല്ലയോ? ചോദിച്ചോ? അല്ല, എപ്പോ നോക്കിയാലും എന്തിനാ എന്നെ തന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താ മാഡം പ്രശ്നം? അല്ല, ആക്ച്വലി എന്താ നടന്നെന്ന് വെച്ചാ. എന്താ ആക്ച്വലാ നടന്നതും ആക്സിഡന്റിൽ നടന്നതും? ഇന്നലെ അവിടെ വന്നു, ഇന്ന് ദേ ഇവിടെ വന്നിരിക്കുന്നു. നാളെ എവിടെയാ വരാൻ പോകുന്നത്? ഹലോ, ഞാൻ അങ്ങനത്തെ പെണ്ണൊന്നും അല്ല. ആഹാ, ആള് കുറച്ച് കൊള്ളാൻ തോന്നിയാ മതിയല്ലോ, വളച്ച് പോക്കറ്റിലാക്കും അല്ലേ? ഹലോ, സൂക്ഷിച്ച് സംസാരിക്കേ. നിങ്ങൾ വരും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ തന്നെ തെറി വിളിക്കും. എന്താ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഇതാണ് ലാസ്റ്റ്. ഇനി മേലെ എന്നെ ഫോളോ ചെയ്യാനൊന്നും പാടില്ല. ഫോളോ ചെയ്യുന്ന പോലെ ഫോളോ. ഈ മോന്റെ ഒരു പ്രാവശ്യം കണ്ടല്ലേ സൈക്കിള്, പിന്നല്ലേ ഫോളോ ചെയ്യാൻ. എന്തിനാടി ചിരിക്കുന്നത്? ആരാടി അവൻ? ആ, ഞാൻ എന്തോർത്തിച്ചിരിക്കുന്നു. അതിന് മുത്തശ്ശിക്കുന്നതിന്റെ സങ്കടം. നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികള് രാത്രി കരഞ്ഞോണ്ടിരുന്നാ അതിന് പല കാരണങ്ങളുണ്ടാവും. ചിരിച്ചാ ഒരേ ഒരു കാരണത്തിനേ സാധ്യതയുള്ളൂ. പറ മോളെ, ആരാവൻ? അത് പറഞ്ഞാലും മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവില്ലെന്നാ? നിന്റെ മുത്തശ്ശൻ എന്റെ ഫോട്ടോ എടുക്കാനാ എന്റെ വീട്ടിൽ വന്നത്. ഞാൻ ഫോട്ടോയിൽ വരുന്നതിന് മുമ്പ് അങ്ങേര് എന്റെ വലയിൽ വീണു. ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നു എന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എന്റെ വീട്ടിൽ വന്ന് ലവ് ഡെവലപ്പ് ചെയ്തു അങ്ങേര്. മുത്തശ്ശനാണോ പിറകെ നടന്നത്? അതെ മോളെ. എന്നാ ഇവനാണെങ്കിൽ മുത്തശ്ശി ഇത് ഇവന്റെ പുറകെ ഞാൻ ചുറ്റുന്ന പോലെയാ പറയുന്നത്. എന്നെ ഫോളോ ചെയ്തെന്ന് പെണ്ണുങ്ങളെ പോലെ പറയുകയും ചെയ്യുന്നു. ഒരു വട്ടനെന്നാ തോന്നേ. ആരുടെ പുറകെ ആര് ചുറ്റിയാ എന്താ? 4 ഉം 4 ഉം 8, 5 ഉം 3 ഉം 8. ഞാനൊന്ന് ചോദിച്ചാ മുത്തശ്ശി വേറെന്ന് പറയും. മിണ്ടാതെ കിടന്ന് ഉറങ്ങ. അതെ, നിന്നോട് ആരിപ്പ എന്തു പറഞ്ഞാലും അങ്ങനെയേ തോന്നും.